ഇടത് ക്യാമ്പ് തോൽവിയെ എങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ പരമ്പരാഗത ഇടത് വോട്ടുകളിൽ ചോർച്ചയുണ്ടായതായി CPI ദേശീയ കൗൺസിൽ. വോട്ട് ചോർച്ച ആശങ്കാജനകമാണ്, ആഴത്തിലുള്ള പരിശോധനകൾ ആവശ്യമാണെന്നും കൗൺസിൽ വിലയിരുത്തി. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, CPIയുടെ ദേശീയ കൗൺസിൽ പല കാരണങ്ങളാൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നിർണായകമാണ്. കാരണം CPMന് മാത്രമല്ല CPIക്കും വലിയ തിരിച്ചടി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലൊക്കെ വലിയ വിള്ളലുണ്ടായി, വലിയ വോട്ട് ചോർച്ച ഉണ്ടായി. പ്രാഥമികമായി അതിനുള്ള കാരണങ്ങൾ എന്താണ് കണ്ടെത്തിയത് പാർട്ടി? കേരളത്തിലെ കനത്ത പരാജയത്തിന് ശേഷം ചേർന്ന നാഷണൽ കൗൺസിൽ യോഗമായിരുന്നു. അതിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി ഉൾപ്പെടെ വിശദമായിട്ട് തന്നെ പാർട്ടി ചർച്ച ചെയ്തു. പരമ്പരാഗത ഇടതു വോട്ടുകളിൽ ചോർച്ചയുണ്ടായതായിട്ടാണ് CPI ദേശീയ കൗൺസിലിൽ ഒരു വിലയിരുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വോട്ട് ചോർച്ച വലിയ രീതിയിൽ ആശങ്കാജനകമാണ്. ആഴത്തിലുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ മനസ്സിലായത് എന്നുകൂടി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായിട്ട് പരിശോധനകൾ ഇനിയും നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പലതവണ ശ്രമങ്ങൾ നടത്തി. കേന്ദ്ര ഫണ്ടുകൾ ഉൾപ്പെടെ തടഞ്ഞുവെക്കുന്ന സമീപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കേരളം മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുകൂടി ഈ വാർത്താക്കുറിപ്പിൽ CPI പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയ കൗൺസിലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി D രാജയോട് ചോദിച്ചിരുന്നു. ആ സമയം തീരുമാനമെടുക്കേണ്ടത് LDF ആണ് എന്നുള്ളൊരു മറുപടിയാണ് D രാജയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത്.